ഷഹർ മുബാറക്കിനെ അംഗീകരിച്ച് ബഹുമാനിച്ച് പ്രസംഗിക്കാൻ കോട്ടക്കലിൽ വന്നിരിക്കുന്നു. കള്ളത്തരീഖത്തിന്റെ സുൽത്താനിന്റെ ആള്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു എന്റെ പ്രസംഗം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഷഹർ മുബാറക്ക് പറയാൻ കള്ളത്തരീഖത്തുകാര് വരണ്ട, ഞങ്ങളുടെ അണികളെ ആ നിലയ്ക്ക് തെറ്റിക്കാമെന്ന വ്യാമോഹവും വേണ്ട. ഞങ്ങൾക്കറിയാം ഏത് ഭീഷണിയാണോ ഞങ്ങളെ സംഘടനയ്ക്ക് വരുന്നത്, ഞങ്ങളെ പ്രസ്ഥാനത്തിന് വരുന്നത്, അത് മാസങ്ങൾക്ക് മുമ്പ് നോക്കിക്കാണാനുള്ള കണ്ണ് അല്ലാഹു ഞങ്ങളെ പ്രവർത്തകർക്കും നേതാക്കൾക്കും തന്നിട്ടുണ്ട്. അതിലാരും സംശയിക്കേണ്ടതില്ല. അത് മനസ്സിലാകാൻ കാലം കുറെ മറ്റുള്ളവർക്ക് പിടിക്കുമെങ്കിലും ഞങ്ങളത് മാസങ്ങൾക്ക് മുമ്പ് അത് നിരീക്ഷിക്കാനുള്ള കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങളുടെ, മഹാനായ കെ ഹസൻ മുസ്ലിയാരുടെ, അങ്ങനെ വഫാത്തായി പോയ ഞങ്ങളുടെ SYSന്റെ നേതാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഷഹർ മുബാറക്കിന് അനുകൂലമായി പ്രസംഗിച്ച് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കള്ളത്തരീഖത്തിലേക്ക് ആളെ കൊണ്ടുപോകാമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഞാനത് വിശദമായി ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ CD കിട്ടുമ്പോ നിങ്ങൾ വാങ്ങിക്കേട്ടോ. അതിൽ ആ തരീഖത്തിനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കൊടുക്കാനുള്ള അധികാരമുണ്ട് പോലെ ആ മനുഷ്യന്. ഇന്നാലില്ലാഹ് തൗഹീദാണ് പോൽ ഞങ്ങൾ പഠിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണ് അധികാരം എന്നതാണ് ഞങ്ങൾ പഠിച്ച തൗഹീദ്. അതിലപ്പുറം ഒരാലുവയിലെ സുൽത്താനിനും ഒരു മനുഷ്യനും അങ്ങനെ ഒരു അധികാരമില്ല. ഈമാൻ കൊടുക്കാൻ അധികാരമില്ല. ആ മനുഷ്യന്റെ കൂട്ടാളിയായ ഒരു ഖലീഫയുണ്ട് നിങ്ങളുടെ ഈ കീഴ്ശേരി അരീക്കോടിനടുത്ത്. അദ്ദേഹത്തിന്റെ പേര് കുട്ടിയസം മുസ്ലിയാർ എന്നാണ്. ആ കുട്ടിയസം മുസ്ലിയാർ ഖിദിർ നബിനെ കണ്ട ആളാണെന്നും പറഞ്ഞിട്ട് ആ കുട്ടിയസം മുസ്ലിയാർ അടുക്കലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പറഞ്ഞേറ്റൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെന്നും ദുരൂഹതയുണ്ടെന്നും അതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെടരുതെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒന്നായി പ്രഖ്യാപിച്ചത് ഈ സുൽത്താൻ ശൈഖിന്റെ മുരീദ് ഖിദിർ നബിയുടെ ആളാണെന്ന് പറഞ്ഞ് ആളെ പറഞ്ഞേറ്റ മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് വിശദമായി ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് മഹാനായ താജുൽ ഉലമ, മഹാനായ ഖമറുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, മഹാനായ കൻസുൽ ഉലമ, മഹാനായ ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദ്, പൊന്മൾ ഉസ്താദിനെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ നയിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്താൽ സംശയിക്കാതെ അതിന്റെ പിന്നിൽ അണിനിരന്നു പോകുന്നവനാരും അവനാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനെന്നും. അല്ലാതെ സംശയിക്കുന്നവൻ അത് നമ്മുടെ സംഘടനയുമായി ബന്ധമുള്ളവരല്ല. ഈ സമയത്തുണർത്തി അല്ലാഹു ജല്ല ജലാലുഹു ഹക്കായി മനസ്സിലാക്കാനും അത് ബോധ്യപ്പെടുത്താനും സമൂഹത്തിന്റെ മുമ്പിൽ അറിയിച്ചു കൊടുക്കാനും നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ.